ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ 3-4 UDF സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ടാകും. കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സതീശന്റെ പ്രതികരണമുണ്ടായത്. സതീശന്റെ വാക്കുകളിലേക്ക്. ചിലപ്പോൾ 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. വാർത്തയുടെ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, UDFന്റെ അടിത്തറ മതേതരമാണ്, മതേതര നിലപാടാണ് UDF പുലർത്തുന്നത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരിക്കുകയാണ്. ഇത്തവണയും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്താണ് UDFന്റെ നിലപാട്? തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിന് ഒഴിച്ചുകൂടാനാകാത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ. 3-4 UDF സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലഭിച്ചതായി വി ഡി സതീശൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി പറയുന്നത് അത് ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമാണെന്നാണ് സതീശൻ പറയുന്നത്. അതേസമയം എല്ലായ്പ്പോഴും കോൺഗ്രസിനും UDFനും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. വർഗീയത ഉണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെയും അതേപോലെ SDPയെയും കൂടെ നിർത്തണമെന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ CMBയും അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു CMBയുടെ ജനറൽ സെക്രട്ടറി CP ജോൺ വ്യക്തമാക്കിയത്. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ചുള്ള സതീശന്റെയും അതേപോലെ തന്നെ CP ജോണിന്റെയും പ്രസ്താവന എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി കോൺഗ്രസും UDFും കൈകോർക്കുകയാണെന്ന് BJP പലകുറി ആവർത്തിച്ചതാണ്. അതിന്റെ തെളിവുകളാണിപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് വി ഡി സതീശന്റെ വാക്കുകളിലൂടെ തന്നെ അത് വ്യക്തമായിരിക്കുകയാണ്. അതേപോലെ തന്നെ കെ മുരളീധരന്റെ വാക്കുകളിലൂടെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വ്യക്തമായിരിക്കുകയാണ്. അതേസമയം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തെ ഒരു വിഭാഗം നേതാക്കൾ എതിർക്കുന്നുണ്ട്. എന്നാൽ ആ എതിർപ്പുകളൊന്നും വകവെക്കേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അധികാരത്തിനായിട്ട് ഏത് വർഗീയ ശക്തികളുമായി സന്ധിയാകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും വിജയം അതിൽ കുറഞ്ഞതൊന്നും അവർ ലക്ഷ്യം വെക്കുന്നില്ല. ആ വിജയത്തിനായി ഈ തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ തേടുന്നു, അല്ലെങ്കിൽ അത് അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. നീലിമ. എസ് നന്ദഗോപൻ, ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാതെ വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വിവരങ്ങളാണ് എസ് നന്ദഗോപൻ നൽകിയത്.